എറണാകുളം ജില്ലയിലെ കളമശ്ശേരിക്കും ആലുവയ്ക്കും മധ്യത്തിലായി കോമ്പാറ എന്ന സ്ഥലത്താണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 300 മീറ്റർ മാത്രം ദൂരവും, ആലുവയിലേക്ക് 6 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരിയിലേക്ക് 6 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 6.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും പ്ലസ് ഒരു യൂട്ടിലിറ്റി റൂമും ഈ വീടിന് നൽകിയിട്ടുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ചെറിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ബോക്സി മോഡൽ, ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നല്ല വീതി കൂടി 5 മീറ്റർ വിട്ടുള്ള റോഡ് ഈ വീടിന് അവൈലബിൾ ആണ്. ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ചുറ്റും വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 2018-19 കാലഘട്ടങ്ങളിലെ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ്. ഏതൊരു ഭാഗത്തേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന, നമ്മുടെ ആലുവ ഭാഗത്തേക്കായാലും കളമശ്ശേരി കാക്കനാട് ഏരിയയിലേക്കായാലും എയർപോർട്ട് സൈഡിലേക്കായാലും ഏതൊരു ഭാഗത്തേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളെല്ലാം നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് അവൈലബിൾ ആണ്. ഒരു കോർണർ പ്ലോട്ടിലാണ് ഈ വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ 2 സൈഡിലും റോഡ് അവൈലബിൾ ആണ്. നല്ല പ്രൈവസി ലഭിക്കുന്ന ഒരു പ്ലോട്ട് കൂടിയാണ്. മനോഹരമായ രീതിയിലാണ് അവിടുത്തെ ചുറ്റുമതിൽ നൽകിയിരിക്കുന്നത്. പ്ലാന്റുകളെല്ലാം നൽകി, ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡെഡ് എൻഡ് പ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു കാറെല്ലാം നമുക്ക് സൈഡിൽ പാർക്ക് ചെയ്യാവുന്ന ഒരു സൗകര്യം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. 3 കാറുകൾ കൂടി അഡീഷണലായി 2-3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായ ഒരു എലിവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബോക്സി മോഡൽ ധാരാളം ബോക്സുകളെല്ലാം നൽകി മനോഹരമായ രീതിയിൽ തന്നെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോയാൽ മനോഹരമായൊരു ഗേറ്റ് വീടിന് അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി നിർമ്മിച്ച നല്ല ഭംഗിയിലുള്ളൊരു ഗേറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല നീളത്തിലുള്ളൊരു ഗേറ്റാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഈസിയായി നമുക്ക് കയറ്റാനും ഇറക്കാനും സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു മുറ്റമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായി ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി നല്ല ഭംഗിയായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ഗ്രാസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ CCTV ക്യാമറകൾ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡ് വശങ്ങളെല്ലാം കാണാം. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് സൈഡ് വശങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിൻ്റെ സൈഡ് വശങ്ങളും ബാക്ക് വശവും അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു ഭാഗത്തേക്കും നമുക്ക് എറണാകുളം ഭാഗത്തേക്കായാലും കാക്കനാട്, ആലുവ, തൃപ്പൂണിത്തുറ, അതേപോലെ തന്നെ പെരുമ്പാവൂർ ഭാഗത്തേക്കായാലും എയർപോർട്ട് സൈഡിലേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മെയിൻ ഡോറ് 2 പാളികളിലായാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ്. ഡബിൾ ഹൈറ്റിൽ നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു ഡൈനിങ് ടേബിൾ, 10-15-20 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായി ചെറിയൊരു കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. വാട്ടർ ഫൗണ്ടനും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വാളുകളിൽ ഗ്ലാഡിങ് സ്റ്റോണെല്ലാം നൽകി, പ്ലാന്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ ഈ ഒരു ഭാഗത്തായി വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ചെറിയൊരു കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ടഫൻ ഗ്ലാസ് നൽകിയാണ് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു ഏരിയയാണിത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസും ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല സ്പേഷ്യസ് ആയ കിച്ചൺ പ്ലസ് ഒരു വർക്ക് ഏരിയ കൂടിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്.
തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് കേട്ടോ ഈ വീടിൻ്റെ നിർമ്മാണം. വടക്ക് കിഴക്ക് മൂലയിലാണ് ഈ വീടിൻ്റെ കിണറും അതേപോലെ തന്നെ ഈ വീടിൻ്റെ കിച്ചണും നൽകിയിരിക്കുന്നത്. കിഴക്കോട്ടാണ് കിച്ചണിൻ്റെ ഒരു ബർണർ വയ്ക്കുന്നൊരു ദിക്ക് വരുന്നത്. ധാരാളം കബോർഡ് വർക്ക് ഈ ഒരു ഭാഗത്തും ധാരാളം കബോർഡുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമുക്ക് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൗണ്ടറിൽ ലഭ്യമാണ്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വർക്ക് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ വർക്ക് ഏരിയ നല്ല നീളത്തിൽ തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. അത്യാവശ്യം സ്പേസ് നൽകി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ കിണറാണ് നമ്മൾ ഈ കണ്ടത്. നല്ല ആഴത്തിലുള്ള ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണിത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയ 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഈ 2 ബെഡ്റൂമുകളും. ഏതാണ്ട് 14-16 എന്ന അളവിലാണ് ഈ ബെഡ്റൂം എല്ലാം നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു ഡ്രസ്സിങ് ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ലക്ഷറി ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം കൺസീൽഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ജാഗുർ ബ്രാൻഡാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. 14-16 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇവിടുത്തെ വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ബാത്റൂം ആണെങ്കിലും നല്ല നീളത്തിലുള്ളൊരു ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ലക്ഷറി ഒരു ബാത്റൂം കൂടിയാണ്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം സാനിറ്ററി ഫിറ്റിങ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജാഗുർ ബ്രാൻഡാണ് കേട്ടോ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസാണ് നമ്മൾ ഈ കാണുന്നത്. ഹാൻഡിലിനായി ടഫൻ ഗ്ലാസും ഫ്ലോറിങ്ങിനായി വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലാണ്. ഈ ഒരു ഭാഗത്ത് ടഫൻ ഗ്ലാസ് എല്ലാം നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ഒരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2 ബെഡ്റൂമുകളിൽ നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂമുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക് മെറ്റീരിയൽസ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഇലക്ട്രിക് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 3 ഫേസ് കണക്ഷനാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ബാൽക്കണി നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. നല്ല നീളത്തിലൊരു ബാൽക്കണിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സീലിംഗ് വർക്കുകൾക്കായി ലൂവേഴ്സ് നൽകിയിട്ടുണ്ട്. സിലിണ്ടർ ലൈറ്റ് എല്ലാം നൽകി ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാൻഡിലിന് ടഫൻ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല പ്ലാന്റുകളെല്ലാം വയ്ക്കാൻ പറ്റിയ പ്രത്യേക ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയ ഇവിടുത്തെ ഈ വീട്ടിലെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി ഗ്രൗണ്ട് ഫ്ലോർ അതേ സൈസിലുള്ള ബെഡ്റൂം ആണ് ഈ ഒരു ഏരിയയിൽ ലഭിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ഒരു 14-16 എന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറെല്ലാം ഈ ബാത്റൂമിന് അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ഡ്രസ്സിങ് ഏരിയയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂം എല്ലാ ഡോറുകളും വുഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെ ഏതാണ്ട് ഒരു 14-16 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോഫ് ആണെങ്കിൽ ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ്. ഗ്രേ കളർ വാൾഡ്രോഫാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മിററുകളെല്ലാം നൽകിയിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൺസീൽഡായിട്ട് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറെല്ലാം നൽകിയിട്ടുണ്ട്. ജാഗോർ ബ്രാൻഡാണ് ഇതിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. നല്ലൊരു സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി സ്പേസ്, വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം നമുക്ക് ഇവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
ഇനി നമുക്ക് ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോകാം. ഏതാണ്ട് 6.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2,900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി റൂം അല്ലെങ്കിൽ സ്റ്റഡി റൂമായി വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില 1,48,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.